ശ്രീ രാജഗോപാൽ, ഇതിൽ ആത്യന്തികമായി ഈ കൊല്ലം വിജിലൻസ് കോടതിയും ഹീനിയസ് ക്രൈമാണ് ശബരിമലയിൽ നടന്നിട്ടുള്ളത്, സ്പൈൻ ചില്ലിംഗ് ക്രൈമാണ്. ഈ വാക്കുകളാണ് ആത്യന്തികമായ ഒരു മോഷണമാണല്ലോ, അതിനെയൊക്കെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അഡ്ജക്റ്റീവ്സ് ഇതൊക്കെയാണ്, സ്പൈൻ ചില്ലിംഗ്, ഹീനിയസ് ക്രൈം. പക്ഷേ തന്ത്രിയിലേക്ക് വരുമ്പോൾ ഒരു തെളിവും ഹാജരാക്കാൻ കഴിയുന്നില്ല. ഇതിൽ കേരള സമൂഹത്തിന് വിശ്വാസത്തിനപ്പുറം എല്ലാവരും വിശ്വസിക്കുന്ന അയ്യപ്പന്റെ മുതലാണ് മോഷണം പോയിരിക്കുന്നത്. പ്രതികൾ ആരാണ്, എങ്ങനെയാണ് ഈ മോഷണം നടന്നത്, എങ്ങനെ അറിയാൻ കഴിയും ഇങ്ങനെയാണെങ്കിൽ? ഇതിനകത്തിൽ മുമ്പ് പറഞ്ഞ ബഹുമാനപ്പെട്ട കൊല്ലം വിജിലൻസ് കോടതിയുടെ വിധിയിൽ അവിടെ പ്രതിഭാഗം അദ്ദേഹത്തിന് വേണ്ടി വാദിച്ച വക്കീൽ അതിനോടൊപ്പം തന്നെ തന്ത്രിയുടെ ഒരു സത്യവാങ്മൂലം കൊടുത്തിരുന്നു. ആ സത്യവാങ്മൂലത്തിലാണ് ഈ ആരോപണം വരുന്നത്. ശബരിമല നടയടച്ചതിൻ്റെ പേരിലാണ് എന്നോട് പ്രതികാരം തീർക്കുന്നുള്ളൊരു വരി വരുന്നതും അതോടൊപ്പം തന്നെ ശബരിമല ക്ഷേത്രം 365 ദിവസവും തുറക്കണം, ഒരു വർഷം മുഴുവൻ തുറക്കണം. അതിനെ ഞാൻ എതിർത്തു. ഒരു ആലോചന വന്നപ്പോൾ ഞാൻ അതിനെ എതിർത്തു എന്ന് പറയുന്നത്. അതിൻ്റെ സെക്കൻഡ് പാർട്ടി ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ശബരിമല ക്ഷേത്രം 365 ദിവസം തുറന്നാൽ എന്താണ് എന്നൊരാലോചന ഉണ്ടായിരുന്നു. ഇത് ശരിയാണ്. ദേവസ്വം ബോർഡിൻ്റെ ഭാരവാഹികളും മറ്റെല്ലാവരും കൂടി ആലോചിച്ചു, തന്ത്രിയോടും ചോദിച്ചിരുന്ന കാര്യം. കാരണം സാധാരണ ഒരുപാട് ഭക്തജനങ്ങൾ വരുന്നതാണല്ലോ, അവർക്കെല്ലാം സൗകര്യപ്രദമായിട്ട് അവിടെ വന്ന് തൊഴാനും ഒക്കെയുള്ള സൗകര്യം ചെയ്യും. പക്ഷേ അന്ന് അവിടെ തന്ത്രി മാത്രമല്ല, അല്ലാതെ എത്രയോ പേര് അഭിപ്രായം പറഞ്ഞു, ഒരുപാട് സംഘടനകൾ അഭിപ്രായം പറഞ്ഞു. കാരണം അവിടുത്തെ ഒരു വനക്ഷേത്രമാണ്, കാനന ക്ഷേത്രമാണ്. അവിടെ ഒരു കാനന ക്ഷേത്രം 365 ദിവസം തുറക്കാമെന്ന് പറഞ്ഞാൽ പ്രായോഗികമല്ല. പലരും ചൂണ്ടിക്കാട്ടി, വനം വകുപ്പിൻ്റെ ആളുകൾ ചൂണ്ടിക്കാട്ടി ഒരു കാരണവശാലും 365 ദിവസം. കാരണം വർഷകാലത്തൊക്കെ അവിടെ പ്രയാസമാണ്. നീലിമല ആ 45 ഡിഗ്രി ചെരുവി കിടക്കുന്നതാണ്. അവിടെയൊക്കെ വർഷകാലത്ത് അവിടെ കയറുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വാഹനങ്ങൾ, കണ്ടമാനം വാഹനങ്ങൾ കടന്നു വരും. ഇപ്പോൾ തന്നെ നമുക്കറിയാം ശബരിമലയിലെ ട്രാഫിക് നമുക്കറിയാം. പ്ലാപ്പള്ളി മുതൽ പമ്പ വരെയുള്ള സ്ഥലങ്ങളിൽ ഒരുപാട് ആനത്താരകളുണ്ട്. അതായത് ആനകൾ വെള്ളം കുടിക്കാൻ ഇറങ്ങുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. റോഡ് ക്രോസ് ചെയ്തിട്ടാണ് ആനകൾ താഴേക്ക് ഇറങ്ങുന്നത്. അവിടെ മുളയും മറ്റുമൊക്കെ അതിൻ്റെ ആഹാര വസ്തുക്കളാണ്. അത് വെള്ളം കുടിക്കാൻ ഇറങ്ങുന്ന പാതയാണ്. ഈ പാതകളിൽ അതിൻ്റെ സഞ്ചാരത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഒരിക്കലും പറ്റുകയില്ല. അവിടെ 365 ദിവസം വണ്ടി ഓടിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ബദൽ റൂട്ടിനെ കുറിച്ച് പറഞ്ഞു. ആ ബദൽ റൂട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിപ്പെരിയാർ പുൽമേട് റൂട്ടുണ്ടായിരുന്നു. എന്നാൽ അവിടത്തേക്ക് നോക്കാമെന്ന് കരുതിയപ്പോഴാണ് അവിടെ അതിനെക്കാട്ടി പ്രയാസമാണ്. കാരണം കടുവകളൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. കടുവകൾ ഇറങ്ങുന്നതാണ്, 2 ആൾ പൊക്കത്തിൽ പുല്ല് വളരുന്ന സ്ഥലമാണ്. അവിടെയൊക്കെ സീസൺ സമയത്താണ് വെട്ടിയിട്ട് വനം വകുപ്പിൻ്റെ അനുമതിയോടുകൂടിയാണ് തീർത്ഥാടകർ കടന്നു വരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ പല പ്രശ്നങ്ങളുണ്ടായിരുന്നു അവിടെ. അതുകൊണ്ടാണ്. അതോടൊപ്പം തന്നെ തന്ത്രിയുടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബരിമല നട 365 ദിവസം തുറന്നു കഴിഞ്ഞാൽ തന്ത്രി അവിടെ ഉണ്ടാകണം, ഇല്ലേ? അദ്ദേഹം അവിടെ ഉണ്ടാവുമല്ലോ. അദ്ദേഹത്തിന് കേരളത്തിലും ഇന്ത്യക്ക് പുറത്തുമായിട്ട് ഒരുപാട് ക്ഷേത്രങ്ങളെ താന്ത്രിക ആവശ്യങ്ങൾ നിർവഹിക്കാനുണ്ട്. സാർ രാജഗോപാൽ സാറേ, അതൊന്നുമല്ല കാരണം. അയ്യപ്പൻ തീരുമാനിച്ചത് മണ്ഡല മകരവിളക്ക് തീർത്ഥാടനമാണ്. അതാണ് കാരണം. അല്ല തന്ത്രിക്ക് വേറെ എവിടെയും പോകാൻ പറ്റാത്തതൊന്നുമല്ല. അയ്യപ്പൻ നിശ്ചയിച്ചാണ്, നമുക്ക് മാറ്റാൻ പറ്റൂല. രാഹുലെ, അങ്ങനെ അതൊക്കെ നമ്മൾ പ്രായോഗിക തലത്തിൽ സംസാരിക്കൂ. ഞാനന്ന് ആ വാർത്തകളും നോക്കാനോട് അത്തരം റിപ്പോർട്ടുകളിലൊക്കെ ഞാനവിടെ പങ്കെടുത്തിട്ടുള്ള ആളാണ്. അത്തരം ചർച്ചകളിൽ സജീവമായിട്ട് പങ്കെടുക്കുകയും അതിൻ്റെ വാർത്തകൾ ശേഖരിക്കുകയും പത്രങ്ങളിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ്. നമ്മൾ പ്രായോഗിക തലത്തിൽ സംസാരിക്കൂ. 365 ദിവസവും ശബരിമല നട തുറക്കാൻ ഒക്കുകയില്ല. നമ്മളതിനെ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് അവസാനം 5 ദിവസം, 2 മാസത്തെ സീസൺ കഴിഞ്ഞ ശേഷം എല്ലാ മാസപൂജയ്ക്കും 5 ദിവസം തുറക്കാം എന്നുള്ള തീരുമാനമെടുത്തത്. അതാണ്. അല്ല തന്ത്രിക്ക് അങ്ങനെ ഇതിൻ്റെ പേരിൽ ഒരു സർക്കാരിന് വിരോധം വരുത്ത കാര്യം അദ്ദേഹം മാത്രമല്ല, ഒരുപാട് ആളുകളുമായിട്ട് അതിനെക്കുറിച്ച് പരിശോധന നടത്തിയിരുന്നു എന്നാണ് അക്കാര്യത്തിൽ എനിക്കൊരു അഭിപ്രായം ഉള്ളത്. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ യുവതീ പ്രവേശനമാണ്. യുവതീ പ്രവേശന സമയത്ത് ശരിയാണ്, അദ്ദേഹം എടുത്ത നിലപാടാണ്. 18-ാം പടിയുടെ അടുത്തെത്തിയ സമയത്താണ് ആ തീരുമാനമെടുക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ആദ്യം എനിക്ക് തോന്നുന്നത് അന്നത്തെ സമയത്ത് വന്ന ചില വാർത്തകൾ ശങ്കുട്ടി ദാസ്, അദ്ദേഹമാണ് ആദ്യം ഒരു അഭിപ്രായം പറയുന്നത്. എനിക്ക് തോന്നുന്നു BJPയുടെ നേതാവായിരുന്നത് ശങ്കുട്ടി ദാസാണ് ആദ്യം അഭിപ്രായം പറയുന്നത്. അതിന് പിന്നെ ലീഗൽ ഒപ്പീനിയൻ ചോദിക്കുന്നത് ഇദ്ദേഹത്തോടാണ്, ശ്രീധരൻപിള്ളയോടാണ് ചോദിക്കുന്നത്. പക്ഷേ അതൊക്കെ എത്രയോ കാലം മുമ്പ് കഴിഞ്ഞ കാര്യങ്ങളാണ്, എത്രയോ വർഷം മുമ്പ് കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ പറയുന്നത്. ആ വൈരാഗ്യം ഇപ്പോൾ വെച്ചുകൊണ്ടിരുന്നിട്ട് അതൊക്കെ അതിന് മറുപടി പറഞ്ഞു. CPMൻ്റെ മുഖ്യമന്ത്രി അടക്കമുള്ളവരെ, ദേവസ്വം മന്ത്രി അടക്കമുള്ളവർ തന്ത്രിയോട് കൃത്യമായിട്ട് മറുപടിയൊക്കെ പറഞ്ഞതാണ്. മറുപടി പറഞ്ഞാൽ വിഷയം അവിടെ അവസാനിച്ചതാണ്. പക്ഷേ അതിനെ എങ്ങനെയാണ് ഇതുമായിട്ട് ഈ സത്യവാങ്മൂലത്തിൽ അത് കണക്ട് ചെയ്ത് വരുന്നെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. എങ്ങനെയാണ് അതിനെ സാധൂകരിക്കാൻ പറ്റുന്നെന്നുള്ള കാര്യത്തെക്കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നില്ല.